ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ന്യൂസിലും മറ്റൊക്കെ ചർച്ച ചെയ്യുന്നത് തൊപ്പിയെ കുറിച്ചാണ്. തൊപ്പി എന്ന് പറയുമ്പോൾ യൂട്യൂബറാണ്, എല്ലാവർക്കും അറിയുന്നുണ്ടാകും. പുള്ളിക്കാരൻ ലഹരി ആ ഒരു കേസിൽ പിടിക്കപ്പെടാൻ ചാൻസ് ഉണ്ട് എന്ന രീതിയിലുള്ള കാര്യത്തെക്കുറിച്ചാണ് ഒട്ടുമിക്ക ആളുകളും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഒരു ന്യൂസ് ആയിട്ട് തന്നെ കാര്യങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പുള്ളിക്കാരൻ, അതായത് തൊപ്പി എന്ന് പറയുന്ന നിഹാദ്, മുൻകൂർ ജാമ്യത്തിന് വരെ അപേക്ഷ നൽകിയിട്ടുണ്ട്. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തൊപ്പിയെ കൂടെയുള്ള ആരൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ തൊപ്പി ഒളിവിലാണ്. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ആദ്യമായിട്ട് ആ വാർത്തയൊന്ന് കേട്ട് നോക്കാം. അത് കഴിഞ്ഞിട്ട് തൊപ്പിയുടെ വീഡിയോസിൽ തന്നെ പലതവണയായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ആ ഒരു വാർത്തയൊന്ന് കണ്ടു നോക്കാം. 10 വർഷം വരെ തടവ് കിട്ടാൻ ചാൻസ് ഉള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ അവരൊക്കെ കൂടെ ചെയ്തു വെച്ചിട്ടുള്ളത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. വീട്ടിൽ നിന്നാണ് പോലീസ് രാസലഹരി പിടികൂടി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം NDPS നിയമത്തിന്റെ 22B വകുപ്പ് അനുസരിച്ചാണ് പാലാരിവട്ടം പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. ഇത് 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമാണ്. സത്യം പറഞ്ഞാൽ ഇത് ചില്ലറ ഇഷ്യൂ ഒന്നല്ല കേട്ടോ. 10 വർഷം വരെ തടവ് ലഭിക്കാനുള്ള ഒരു ചാൻസ് ഇതിൽ കാണുന്നുണ്ട്. ആ രീതിയിലുള്ള കാര്യങ്ങളാണ് വാർത്തക്കാർ തന്നെ പുറത്തു വിടുന്നത്. അതിന്റെ കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ തൊപ്പിയുടെ ഏതോ ഒരു വീട്ടിൽ, തൊപ്പിക്ക് വീടുണ്ട്, തൊപ്പിയുടെ ഒറിജിനൽ ആയിട്ടുള്ള വീടല്ലെന്ന് തോന്നുന്നുണ്ട്, അവരുടെ രക്ഷിതാക്കളൊന്നും കയറ്റത്തിൽ, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തൊപ്പി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൊപ്പി താമസിക്കുന്ന വീട്ടിൽ നിന്നാണ് ഈ ഒരു കാര്യം പിടിച്ചെടുത്തിട്ടുള്ളത്, ഈ ഒരു ലഹരി പിടിച്ചെടുത്തിട്ടുള്ളത് എന്നാണ് ഇവിടെ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് അവിടെ തൊപ്പി ഇല്ല എന്നാണ് തോന്നുന്നത്. അല്ല, തൊപ്പി ഉണ്ട് എന്നുണ്ടെങ്കിൽ തൊപ്പിയെ കൂടെ അറസ്റ്റ് ചെയ്യുമല്ലോ. ഇത് തൊപ്പിയുടെ വീട്ടിലാവുകയും ചെയ്തു, തൊപ്പിയുള്ള ആ ഒരു സ്ഥലത്താവുകയും ചെയ്തു. അതാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം. പക്ഷെ ആ ഒരു സമയത്ത് അവിടെ തൊപ്പി ഇല്ലെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതാണ് തൊപ്പി ഒളിവിലാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇനി നമുക്ക് തൊപ്പി പറയുന്ന കാര്യങ്ങളിലേക്ക് കടക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാം. തൊപ്പി തന്നെ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും ഈ രീതിയിലുള്ള ലഹരിക്കൊന്നും അടിമയാകത്തില്ല, അത് പറഞ്ഞാലും വരേണ്ട ഒരു ആവശ്യവുമില്ല എന്നൊക്കെ തൊപ്പി തന്നെ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏതായാലും തൊപ്പി പറയുന്ന ആ കുറച്ച് കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. ഉമ്മ കാരണ കുറെ ആള് മയക്കുമരുന്നിന്റെ സംഭവം പറയണം. ഞാൻ മയക്കുമരുന്നുള്ള ഇതെല്ലാം പോയിട്ട് ഉമ്മാനോട് പറഞ്ഞു. ആ ഉമ്മാനോട് ഉറപ്പിച്ച് തലയെ കൈവച്ച് ഞാൻ സത്യം ചെയ്ത എന്റെ ശരീരത്തിൽ ഒരു തുള്ളി മയക്കുമരുന്ന ഒരു ഇതോ ഇല്ല. സദാചാരി കുഞ്ഞായ്മ പട്ടികൾ വന്നിട്ട് വെറുതെ കരയിപ്പിച്ചിട്ട് പോകുന്നതാ. വെറുതെ അത് കഴിഞ്ഞിട്ട് ഉമ്മാനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. പക്ഷെ അത് പറഞ്ഞാൽ ഇവര് വന്നിട്ട് വേദനിപ്പിച്ചിട്ട് പോകുന്നതിന് ഒരു അതെന്തൊരൊട്ട പരിപാടിയാണത്. ഞാനിപ്പോൾ ഇവിടെ പ്ലേ ചെയ്ത വീഡിയോ 1 വർഷം മുമ്പെങ്ങാണ്ടുള്ള വീഡിയോ ആണ്. അതിൽ തൊപ്പി തന്നെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും മയക്കുമരുന്നിന് അടിമയാകത്തില്ല എന്നുള്ളത്. പിന്നെ മനുഷ്യരുടെ കാര്യമാണ്, ഏത് നിമിഷം വേണമെങ്കിലും ആർക്കും എവിടെ വെച്ച് വേണമെങ്കിലും മാറാം എന്നുള്ളതാണ്. അപ്പോൾ തൊപ്പി മാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. ഇത് 1 വർഷം മുൻപുള്ള വീഡിയോ ആണ്. ആ ഒരു വീഡിയോയിൽ തൊപ്പി വളരെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ആ ഒരു വഴിക്ക് താനേതായാലും സഞ്ചരിക്കില്ല എന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് തൊപ്പി തന്നെ പറയുന്നുണ്ട്. ഇനി നമുക്ക് തൊപ്പിയുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഇപ്പോൾ തൊപ്പി ഡിപ്രഷനൊക്കെ അടിച്ച് മുടിയൊക്കെ കട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലൈവായിട്ട് തൊപ്പി വന്നിട്ടുണ്ടായിരുന്നു. അതിൽ തൊപ്പി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കത് കൂടെ കേട്ട് നോക്കാം. ഞാൻ കഴിഞ്ഞ 1 മാസമായിട്ട് ഇവിടെ കടന്ന് ഉരുളേ. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല, എണീക്കാൻ കഴിയുന്നില്ല. ലൈഫാണ് ആ ലൈവ് വരാത്ത. വെറുതെ എന്റെ ഡിപ്രഷൻ നിങ്ങളെ കാണിച്ചിട്ട് എന്താ കാര്യം? മനസ്സിലാവും. എപ്പോ തന്നെ അല്ലേ, എപ്പോ കഞ്ചാവ് അടിച്ചിട്ട് ആരാ പറയുന്നത്? നായിന്റെ ഞാൻ ഒരു കാര്യം പറഞ്ഞ, ഞാൻ കേൾക്കുമ്പോ തമാശയായിട്ട് തോന്നും. ഞാൻ ഈ ക്യാരക്ടർ അവസാനിപ്പിക്കാം. അപ്പൊ ഈ ഒരു വീഡിയോയിലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ലാസ്റ്റ് തൊപ്പിയിട്ടിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ്. അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ വലിയൊരു അനക്കങ്ങളും കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതിലും തൊപ്പി പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതായത് എല്ലാവരും പല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് പുള്ളിക്കാരന് മുദ്ര കുത്തുന്നുണ്ട്. ഞാൻ ആ ഒരു ടൈപ്പുള്ള ഒരു വ്യക്തിയല്ല എന്നാണ് തൊപ്പി ഇവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നത്. കാരണം പല രീതിയിലുള്ള ഡിപ്രഷനും കാര്യങ്ങളും പുള്ളിക്കാരൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് ആ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പൊ പല ആളുകളും പല രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. താൻ കഞ്ചാവാണെന്ന് വരെ പറയുന്നുണ്ട്. പക്ഷെ ആ രീതിയിലേക്കൊന്നും താൻ ഒരിക്കലും പോകത്തില്ല എന്നുള്ള കാര്യം ഇവിടെയും തൊപ്പി പറയുന്നുണ്ട്. ലാസ്റ്റ് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇനി അതിൽ തന്നെ കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതുകൂടെ കേട്ട് നോക്കാം. ഇത് അവസാനിപ്പിക്കാൻ സമയമായി. മനസ്സിലാവും. ഈ ക്യാരക്ടർ, ഈ ഊമ്പിയ ക്യാരക്ടർ നിർത്താൻ സമയമായി. കാര്യമായിട്ട് നമുക്ക് മടുത്തട, സത്യം മടുത്ത്. കഞ്ചാവ് എന്ന് പറയുന്നുണ്ട്. എന്റെ ഉമ്മ സത്യം കഞ്ചാവ്, ഞാൻ കാര്യം പറയട്ടെ. എന്റെ ഉമ്മ സത്യമായിട്ട് ഞാൻ കളവ് അറിയില്ല. എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം. എന്റെ ഉമ്മ സത്യം ഞാൻ ഒരു സാധനം അടിച്ചിട്ട്. അപ്പൊ ഇവിടെ പല വീഡിയോസിലും ഈ തൊപ്പി പറയുന്ന കാര്യങ്ങൾ സെയിം ആണ്. താൻ ഒരിക്കലും ആ ഒരു ലഹരിപരമായിട്ടുള്ള കാര്യത്തിലേക്ക് പോകത്തില്ല, എന്നെ അങ്ങനെ കാണരുത് എന്ന രീതിയിലുള്ള കാര്യമാണ് തൊപ്പി പല വീഡിയോസിലായിട്ട് പല രീതിയിൽ ഇങ്ങനെ പറഞ്ഞ് അവതരിപ്പിക്കുന്നതല്ലേ. സത്യം പറഞ്ഞ പുള്ളിക്കാരൻ ഒരു പക്ഷേ ഇത് ചെയ്തിട്ടുണ്ടാകത്തില്ല. എല്ലാ വീഡിയോസിലും ഇങ്ങനെ വന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് താൻ ഒരിക്കലും ഇത് ചെയ്യില്ല എന്നുള്ളത്. ഇനി ഒരു പക്ഷെ ചെയ്യുന്നത് കൊണ്ട് ഞാനങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയാണെന്ന് അറിയാണ്ടിരിക്കാൻ വേണ്ടി വന്ന് പറയുന്നതാണോ, അത് നമുക്ക് അറിയത്തില്ല. കാരണം പുള്ളിക്കാരൻ എന്താണ് എന്നുള്ളത് പുള്ളിക്കാരന് മാത്രമേ അറിയത്തുള്ളൂ.
അപ്പോൾ ഏതായാലും ഇപ്പോൾ ലാറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാകുന്ന ഒരു വീഡിയോയിൽ പുള്ളിക്കാരൻ വളരെ ഡിപ്രസ്ഡ് ആയിരുന്നു, കുറേയധികം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പുള്ളിക്കാരൻ ഈ ഒരു ലഹരിയുടെ ആ ഒരു രീതിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ അതും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട്. കാരണം അതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ആ വാർത്തയിൽ കേൾക്കുന്ന സമയത്ത് തൊപ്പി ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. തൊപ്പിയുടെ ഫ്രണ്ട്സ് ആയിരുന്നു, തൊപ്പിയുടെ ഡ്രൈവർ, അങ്ങനെയുള്ള കുറച്ച് വ്യക്തികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് നേരെ വാർത്തയുടെ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതുകൂടെ കേട്ട് നോക്കാം. നിഹാദ് ഉൾപ്പെടെയുള്ള 5 പേരെ പ്രതി ചേർത്തിട്ടില്ല. നിഹാദിന്റെ വീട്ടിൽ, തമ്മനത്തെ വീട്ടിൽ ഈ രാസലഹരി ഉപയോഗിച്ചത് പെൺകുട്ടികൾ ഉൾപ്പെടെ 3 യുവതികൾ ഉൾപ്പെടെയുള്ളവരായിരുന്നു അന്നത്തെ ദിവസം രാസലഹരി ഉപയോഗിച്ചതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ പ്രത്യേക സംഘം തൊപ്പിയുടെ തമ്മനത്തെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും തുടർന്ന് ഈ രാസലഹരി അടക്കം കണ്ടെത്തുകയും ചെയ്തത്. MDMA ആണ് കണ്ടെത്തിയത്. ജാമ്യാപേക്ഷയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തനിക്ക് ഈ കേസുമായി ബന്ധമില്ല, താൻ നിരപരാധിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിഹാദിന്റെ ഡ്രൈവറാണ് ജാബിർ ഈ പ്രദേശത്തെ ഒരു പ്രധാനപ്പെട്ട രാസലഹരിയുടെ സപ്ലയർ ആണ് എന്നൊരു ഗൗരവതരമായ വിവരം കൂടി പോലീസ് പങ്കുവയ്ക്കുകയും ചെയ്തു. അപ്പൊ ഇതിലാണ് ഇവർ മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് പറഞ്ഞിട്ടുള്ളത്. ഈ തൊപ്പിയുടെ ഡ്രൈവർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി, പുള്ളിക്കാരൻ ഇതിൽ മെയിൻ കണ്ണിയാണ്. അതായത് ഇങ്ങനെ വിൽപ്പനകളൊക്കെ നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഒരു പക്ഷേ തൊപ്പിക്ക് ആ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാകില്ലേ, കാരണം എൻ്റെ ഡ്രൈവർ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്, ഏത് സമയത്ത് വേണമെങ്കിലും പിടിക്കപ്പെടാൻ ചാൻസ് ഉണ്ടെന്ന് തൊപ്പിക്ക് അറിയുന്നുണ്ടാകത്തില്ലേ. ഇനി അറിയാതെ കൂടെ കൂട്ടിയതാണോ അതും അറിയത്തില്ല. അപ്പോൾ ഏതായാലും ഇതിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്ന ചെറിയൊരു കാര്യം എന്ന് പറയുന്നത്, ഇവരവിടെ ഒരു പാർട്ടി തന്നെ നടത്തിയിട്ടുണ്ട്. പെൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുടെ പേരൊന്നും പിന്നെ പറയത്തില്ലല്ലോ, അതങ്ങനെയാണ്. പെൺകുട്ടികളുണ്ട്, പിന്നെ കുറച്ച് ആൺകുട്ടികളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ അവർ തൊപ്പിയില്ലാത്ത ഒരു സമയം നോക്കിയിട്ട് അവിടെ പാർട്ടി നടത്തിയതാണെങ്കിലോ, അങ്ങനെയും ഒരു ചോദ്യം അവിടെ കിടക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, തൊപ്പിയുടെ വീട്ടിലാണ് സംഭവിച്ചിട്ടുള്ളത്. ആ ഒരു സമയത്ത് തൊപ്പി അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ തൊപ്പി മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. സത്യം പറഞ്ഞ ആ ഒരു ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ നോക്കി കാണുക തന്നെ വേണം. കാരണം ഇത് അത്ര ചെറിയൊരു പരിപാടിയല്ല. തൊപ്പിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഇത് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. തൊപ്പി അതിലില്ല, പക്ഷേ സംഭവം ശരിയാണ്, തൊപ്പി അതിലില്ല. പക്ഷെ എന്നിരുന്നാലും തൊപ്പിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ അവരവിടെ എത്തി, എങ്ങനെ ഇത് ചെയ്തു, അതൊക്കെ തൊപ്പിയോട് ചോദ്യമായിട്ട് വരുമെന്നുള്ളതാണ്. സത്യം പറഞ്ഞ തൊപ്പിക്ക് ചിലപ്പോൾ ഇതിൽ കാര്യത്തിൽ ഒരു ഇടപാടും ഒന്നും ഉണ്ടാകത്തില്ല. പുള്ളിക്കാരൻ ഇല്ലാത്തൊരു സമയം നോക്കിയിട്ടായിരിക്കാം ഇവർ അവിടെ ഒരു പാർട്ടി തന്നെ നടത്തിയിട്ടുള്ളത്. അപ്പൊ ഏതായാലും ഇപ്പൊ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വളഞ്ഞൊടിഞ്ഞു വന്നിട്ടുള്ളത്. ഏതായാലും തൊപ്പി അതിൽ നിരപരാധിയാണെന്നൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. പുള്ളിക്കാരൻ അവിടെ ഇല്ലാത്തൊരു സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. പിന്നെ പല വീഡിയോസിലായിട്ട് തൊപ്പി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, താൻ ഒരിക്കലും ആ ഒരു വഴിക്ക് പോകത്തില്ല എന്നുള്ളതാണ്. അങ്ങനെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിരപരാധിയാണ് എന്നുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ആ ഒരു അഭിപ്രായക്കാരാണ് ഞാൻ. ഒരുപക്ഷെ അവരുടെ വീട്ടിൽ, തൊപ്പിയുടെ വീട്ടിൽ വെച്ച് നടന്നു, സംഭവമൊക്കെ ശരിയാണ്. പക്ഷേ തൊപ്പി അവിടെ ഇല്ലാത്ത ഒരു സമയം നോക്കിയിട്ട് അവർ ആ ഒരു ടൈം മുതലാക്കിയതാണെങ്കിലോ, അങ്ങനെ കൂടെ നമ്മൾ ചിന്തിക്കണ്ടേ. തൊപ്പിയുടെ ഫ്രണ്ട്സൊക്കെ ഒന്നും ഫ്രണ്ട്സ് തന്നെയാണ്, ഫ്രണ്ട്സിൻ്റെ ഇടയിലും ചതിക്കുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ തൊപ്പി ഇല്ലാത്തൊരു നേരം നോക്കിയിട്ട് ഫ്രണ്ട്സ് അങ്ങോട്ടേക്ക് എത്തുന്നു, അവിടെ വെച്ചിട്ട് അവർ അങ്ങനെ ഒരു പാർട്ടി ആഘോഷിക്കുന്നു. ആ സമയത്ത് ഇവിടുന്ന് ഒരു രഹസ്യ വിവരം കിട്ടിയിട്ട് പോലീസ് വരുന്നു, അവർ അറസ്റ്റ് ചെയ്യുന്നു. തൊപ്പിയുടെ വീട്ടിൽ നിന്നാണ് കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ആ ഒരു സമയത്ത് തൊപ്പി അവിടെ ഇല്ല. ഒരുപക്ഷെ തൊപ്പി ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നത് അറിഞ്ഞിട്ടില്ലെങ്കിലോ. അപ്പോൾ നിരപരാധിയാണ് എന്നുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ഇനി അതല്ല, അതിന്റെ മറ്റൊരു വശം കൂടെ നമ്മൾ ചിന്തിക്കണമെന്നുള്ളതാണ്. തൊപ്പി അവിടെ നിന്നും പോലീസ് വരുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തൊപ്പി അവിടെ നിന്നും രക്ഷപ്പെട്ടതാണെങ്കിൽ, അതായത് ഈ ഒരു പാർട്ടിയിൽ തൊപ്പി കൂടെ ഇൻവോൾവ് ആയിരുന്നു, പോലീസ് വരുന്നത് കണ്ട് തൊപ്പി അവിടെ നിന്ന് രക്ഷപ്പെട്ടതാണെങ്കിലോ, ആ ഒരു ചിന്ത കൂടെ നമ്മൾ വരണം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അതിനിപ്പോൾ 10 വർഷമാണെങ്കിലും 20 വർഷമാണെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അതല്ല, തൊപ്പി എന്ന് പറയുന്ന വ്യക്തി, തൊപ്പി മാത്രമല്ല കേട്ടോ, നമ്മുടെ സമൂഹത്തിൽ ആരാണെങ്കിലും തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടരുത്. ആ ഒരു അഭിപ്രായക്കാരാണ് ഞാൻ. ഏതായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും കമന്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.